ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു എപ്പിസോഡാണത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിനെയും അനിയെയും കൂടെ വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ ആദർശ് തീരുമാനിക്കുന്നതിന് പിന്നിലെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അനിയുടെ ജീവിതം ഇപ്പം അനാമികയുടെ കൂടെ ആകെപ്പാടെ പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതിനുശേഷം അനാമിക ഒഴിഞ്ഞൊക്കെ പോയി കഴിയുമ്പം നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം നടത്താൻ തീരുമാനിക്കുന്നത് ആദർശാണ് കേട്ടോ. അതിൻ്റെ പേരിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും അനിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായത് എനിക്ക് വളരെയധികം വിഷമാവുന്നുണ്ടെന്ന് പറയാണ്. ഞാനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നന്ദുവിൻ്റെ അനിയുടെയും വിവാഹമേ നടക്കുകയുള്ളായിരുന്നു. നയനിയും നിങ്ങളെല്ലാവരും അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അവസാന നിമിഷമാണ് ഞാനത് അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പം ഇതിനൊക്കെ സമ്മതിച്ചിട്ടും എന്താ സംഭവിക്കുന്നത്? അനാമികയും അനിയും തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. അവരാണ് പരസ്പരം പോരടിച്ച് ജീവിക്കുന്നു. അനിയാണ് നെഞ്ച് നിറച്ച് നന്ദുവിനെ കൊണ്ടു നടക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ അതൊന്നും ആദർശേട്ടൻ ചിന്തിക്കണ്ട. അനിയുടെയും അനാമികയുടെയും ജീവിതം നന്നായിട്ട് പോകാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത്. എത്ര പറഞ്ഞാലും അനി കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുകയാണ് നന്ദു. അപ്പം നമ്മുടെ നയനയ്ക്ക് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. നയനയാണല്ലോ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. നയന പറയാത്തത് കൊണ്ടാണല്ലോ നന്ദു അനിയും തമ്മിൽ വിവാഹം നടക്കാതെ പോകുന്നതും അനിയുടെ ജീവിതം ഇപ്പം ഇങ്ങനെയൊക്കെ ആയി തീരുന്നതും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ, നയനെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്താ ഈ പറയുന്നത്? ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണത്. നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം നടക്കാൻ പാടില്ല. ഇനി അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയാൽ തന്നെ നന്ദുവുമായിട്ടുള്ള വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ നന്ദുവായിട്ട് വിവാഹം നടന്നാൽ എനിക്ക് ഒരു ജീവിതം വേണ്ടെന്ന് ചോദിക്കുക. ഇനിയിപ്പം എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നന്ദുവായിട്ടായിരിക്കും എന്ന് ആദർശ് പറയുമ്പം നയന പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊന്നും വേണ്ട, അത് ശരിയാവില്ലെന്ന് പറയാണ്. ഞാനും നവ്യേച്ചിയും അനന്തപുരിയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് പഴി കേൾക്കുന്നതാ. ഇനി നന്ദുവിനെ കൂടി അങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പം ആദർശ് പറയാണ്, ആരുടെയും താല്പര്യങ്ങളനുസരിച്ചൊന്നും അല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോന്നും വിധിച്ചിട്ടുണ്ട്, ആ രീതിയിൽ തന്നെയേ വരുള്ളൂ. ചിലപ്പം നന്ദുവും അനിയും തമ്മിലുള്ള ജീവിതമായിരിക്കും വിധിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെയേ നടക്കാൻ സാധ്യതയുള്ളെന്ന് ആദർശ് പറയാണ്. പക്ഷെ നയനയ്ക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നന്ദുവിനാണെങ്കിലും ആകെ മൊത്തം കൺഫ്യൂഷൻ. എന്താ ചെയ്യേണ്ടത്? നന്ദുവിന് അനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആകെ മൊത്തം ഒരു വ്യാകുലതയൊക്കെ ഉണ്ടെങ്കിലും അനിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും ഇനിയും അനന്തപുരിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒന്നും നന്ദു ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. അപ്പം നയനെ അങ്ങോട്ട് ചെന്നിട്ട് നന്ദാവനത്തിൽ ചെന്ന് ഗോവിന്ദനോടും കനകയോടും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അനിയോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടും അനി എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ജോലി പോലും എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ വച്ച് കണ്ടാലും അവൻ വണ്ടിക്ക് കുറുകെ വന്ന് ചാടുകയും സ്റ്റേഷനിലേക്കൊക്കെ വരികയും ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ പോലീസുകാർക്കൊക്കെ സംശയം തോന്നുന്നുണ്ട്. അതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം അവരെനിക്കൊരു ബഹുമാനം തരുന്നുണ്ട്. അനി കാരണം അതുകൂടെ ഇല്ലാതാവും എന്നൊക്കെ നന്ദു പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, അനിയെ എത്ര പ്രാവശ്യം ആദർശേട്ടൻ ഉപദേശിച്ചെന്നറിയാവോ, എന്നിട്ടും അവൻ അതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് പറയാണ്. നിന്നോടൊരു ഭ്രാന്തമായ ഒരു ആരാധനയാണ് അവന്. ഇപ്പം നീ SI കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും അവനെന്തോ ഭയങ്കര ഒരു സ്നേഹമാണ് നിന്നോട്, അതുകൊണ്ടാണ് അവനിങ്ങനെ പുറകെ നടക്കുന്നതെന്നൊക്കെ നയന പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാം, പക്ഷേ ഇത്രയും മെച്യൂർഡായിട്ടുള്ള അനി അവൻ്റെ ജോലികളിലൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന അനാമിക എന്താണ് പിന്നെ പറയാതിരിക്കുക എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ അവൾ എന്നോട് ഭയങ്കരമായ ഒരു ശത്രുതയാണ്. അതിൻ്റെ കൂടെ ഇവനിങ്ങനെ മുട്ടിന് ഇങ്ങനെ കാണിച്ചുകൊണ്ട് കൂടി ഇരിക്കുമ്പം എന്തായിരിക്കും അവസ്ഥ? അവനെ ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയെന്നറിയാവോ? എനിക്കിപ്പോൾ ഏക തലവേദന അവനാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കനകയും പറയുന്നുണ്ട്, ശരിയാ, ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവുമൊന്നുമില്ല. അനന്തപുരിയിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാകും. അനാമിക അല്ലേ തന്നെ പ്രശ്നമാണ്. എൻ്റെ നന്ദൂട്ടന് ഇതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അത് തന്നെയല്ല, അവളൊരു വിവാഹം കഴിയാത്ത കുട്ടിയല്ലേ. ഇനിയിപ്പം ഇവനിങ്ങനെ പുറകെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥ? മറ്റൊരു വിവാഹം അവൾക്ക് വരുമോ? ആളുകൾ എന്തൊക്കെ പറയും?
വിവാഹം കഴിഞ്ഞ് അവൻ്റെ പുറകെ ഇവള് നടക്കുന്നതെന്ന് പറയില്ലേ നയനെ? അതൊക്കെ അവൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ചെയ്യാനാ? അനി എന്താ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, ശരിയാ നന്ദുമോക്ക് ശരിക്കും ജോലി പോലും ചെയ്യാൻ പറ്റില്ല അനിയെക്കൊണ്ട് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും ട്രാൻസ്ഫർ വാങ്ങി പോയാലോ എന്ന് വരെ ആലോചിക്കുക. കാരണം ഇവിടെ നിന്നിട്ടല്ലേ ഇവനെൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയും ഞാൻ ചിന്തിച്ചു. പക്ഷേ അവൻ പറയുന്നത് ഞാൻ എവിടെ പോയാലും അവൻ ആ പുറകെ വരുമെന്നാ. ഇനി ട്രാൻസ്ഫർ വാങ്ങി പോയാലും അവൻ കൂടെ വരുമെന്ന് പറയുന്നുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ ഗോവിന്ദൻ ചോദിക്കുക, എന്താണെന്ന് ചോദിക്കുക. ഇപ്പം ഇത്രയും നാളും നന്ദുവിൻ്റെ വിവാഹം ആലോചിക്കുന്നതിന് തടസ്സമായിട്ട് നിന്നത് അവൾക്ക് ജോലി കിട്ടണം, അവൾക്ക് SI ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹമല്ലായിരുന്നോ? അതൊക്കെ ഇപ്പോൾ അവൾ നേടിയെടുത്തു. അവൾ ആഗ്രഹിച്ച ജോലിയിൽ അവൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എത്തി. ഇനിയിപ്പോൾ ഒരു വിവാഹമൊക്കെ ആകാമെന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദു ഞെട്ടിപ്പോവാ. നന്ദി പറയും, എന്താ അമ്മ പറയുന്നത്? എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ടെന്നേ. ഞാൻ കുറച്ച് നാളുകൂടെ എൻ്റെ ജോലിയൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് നടക്കട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ പറയാമെന്ന് പറയാണ്. അപ്പം കനക പറയാം, ഇല്ല ശരിയാവില്ല. ഇനിയും ഇങ്ങനെ അനി നിൻ്റെ പുറകെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അത് നിൽക്കണമെങ്കിൽ ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിൻ്റെ വിവാഹം കഴിയണം. നിൻ്റെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അനി പിന്നെ ഒതുങ്ങിക്കോളും. അനിയും അനാമികയും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെയൊക്കെ അങ്ങ് ജീവിച്ച് പൊക്കോളും. അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല നന്ദു പറയാം. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, ശരിയാ നന്ദൂട്ടാ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നിൻ്റെ ചേച്ചിമാരുടെ 2 പേരുടെ വിവാഹം കഴിഞ്ഞല്ലോ. ഇപ്പം നീ ആഗ്രഹിച്ച ജോലിയിൽ എത്തുകയും ചെയ്തു. ഇനി നിനക്കും ഒരു വിവാഹമാകാം. അങ്ങനെ ഒരു വിവാഹത്തിലേക്കൊക്കെ നീ കടന്നു എന്നറിയുമ്പം അനി കുറേയൊക്കെ അങ്ങ് മാറും. അനി അനാമികയുടെ കൂടെ സന്തോഷമായിട്ടൊക്കെ അങ്ങ് ജീവിച്ചോളും. ഇതല്ലാതെ ഞാനും ഒരു പരിഹാരം കാണുന്നില്ല. അതുകൊണ്ട് നീ സമ്മതിക്കണം എന്ന് പറയുമ്പോൾ നന്ദു പറയാ, എന്ത് ചെയ്യാനാ, എനിക്ക് പറ്റില്ല. എനിക്കിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറയുമ്പം നയനയും പറയാം, നന്ദു നീ ഇപ്പോഴും അനിയെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തായാലും നന്ദു അത് നടക്കാൻ പോകുന്നില്ല. അനിയും നീയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. അനന്തപുരിയിൽ ഇനി നിന്നെ കൂടി കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അവിടുന്ന് ഞാനും നവ്യേച്ചിയും ചില്ലറ പരിഹാസവും ഒന്നും അല്ല അനുഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരിടത്തേക്ക് നീ വരണ്ടെന്ന് പറയാണ്. അനിയുടെ 2ാം ഭാര്യയായിട്ട് നീ വരണ്ട എന്ന് തന്നെ നയനയും പറയാം. അപ്പം എല്ലാവരും പറയുന്നുണ്ട്, നന്ദു നീ ഒരു വിവാഹത്തിന് സമ്മതിക്കാൻ പറയാം. അപ്പം കനക പറയാണ്, ഇനിയിപ്പം നീ സമ്മതിച്ചില്ലേ തന്നെ ഞാൻ ആ ആലോചനയിലേക്കൊക്കെ അങ്ങ് പോവാണ്. ഞാൻ ആ ബ്രോക്കറോട് നിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നിനക്ക് പറ്റിയ ഒരു ആലോചന ഒരു പയ്യന് വന്നാൽ നമ്മളതങ്ങ് നടത്തും. അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകും. നിനക്ക് നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കാനും പറ്റുമെന്ന് പറയാം. അപ്പം നന്ദു അങ്ങ് സമ്മതിക്കുന്നത്. അത് പറയാം, എന്തെങ്കിലും കാണിക്കുക. ഇനിയിപ്പം ഞാൻ എന്ത് പറയാനാ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. ഇനി കല്യാണം കഴിക്കണമെങ്കിൽ അതും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് എണീറ്റ് പോവുക ദേഷ്യത്തോടെ. അതേസമയം നമ്മുടെ കനകയാണെങ്കിൽ വിവാഹമൊക്കെ ആലോചിക്കാൻ വേണ്ടി ഒരു ബ്രോക്കറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുക, ശരി ഞങ്ങൾ ആലോചിക്കാം, നല്ല പയ്യന്മാർ വല്ലതുകൊണ്ടേ പറയാമെന്ന് പറയാൻ. അങ്ങനെ ഒരു പയ്യൻ വരികയാണ്. ആ പയ്യനെ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ബിസിനസ്സുകാരൻ തന്നെയാണ് വരുന്നത് കേട്ടോ, നല്ല കോടീശ്വരൻ തന്നെയാണ്. കാരണം അനന്തപുരിയിലേക്കല്ലേ മറ്റു 2 ചേച്ചിമാരെയും വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദുവിന് ഒരു കോടീശ്വരനായ പയ്യൻ്റെ ആലോചന വരികയും നന്ദുവിനെ അയാൾ വന്ന് കാണാൻ വേണ്ടി വരികയൊക്കെയാണ്. അപ്പോൾ നന്ദു വളരെ ബോൾഡായിട്ടുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല താല്പര്യമുണ്ട് കേട്ടോ. അങ്ങനെ വിവാഹമൊക്കെ ആലോചിച്ച് പെറുക്കി വന്നു കഴിയുമ്പം പയ്യൻ വരികയാണ് നന്ദുവിനെ കാണാൻ. ആ സമയത്ത് നയനയും നവിയും അതുപോലെ തന്നെ ആദർശവും അബിയും ഒക്കെ എത്തുന്നുണ്ട് കേട്ടോ. അവരെല്ലാം എത്തി നന്ദുവിൻ്റെ വിവാഹമൊക്കെ നടത്താനായിട്ട് അങ്ങ് തീരുമാനിക്കുക. അപ്പോൾ പയ്യൻ വന്ന് നന്ദുവിനെ കാണുന്നു, നന്ദുവുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നന്ദുവിൻ്റെ അംബീഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുകയാണ്. അയാൾ പറയാണ്, ഇതുപോലെ ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനായിരുന്നു എൻ്റെ താല്പര്യം. നന്ദുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അപ്പോൾ അവരുടെ വീട്ടുകാർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ലൊരു ആലോചനയാണ്. ആദർശമൊക്കെ സമ്മതിച്ച് എല്ലാവരും കൂടെ അത് ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നന്ദുവിന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അനിയയുടെ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നന്ദു ഈ വിവാഹത്തിന് സമ്മതിക്കുന്നതും. അതേസമയം അനിയാണെങ്കിൽ അനാമികയായിട്ട് ഭയങ്കര വഴക്ക്. അനാമികയോട് പറയുന്നുണ്ട്, നീ എനിക്ക് ഡിവോഴ്സ് തരണം, തന്നില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയണം. അപ്പം അനാമിക പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും ഞാനത് ചെയ്യില്ല. കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കിയിരിക്കുക നന്ദു ഇവിടെ കയറി കൂടാൻ. അത് ഞാൻ സമ്മതിക്കില്ല. നീ നന്ദും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമൊക്കെ വരുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയം കഴിയാണ് നന്ദുവിൻ്റെ. അനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. നന്ദു വേറെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അനി ആകെപ്പാടെ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് അനി ആകെ വട്ടുപിടിച്ചിരിക്കുമ്പോഴാണ് അനാമിക വന്നിട്ട് അനിയെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, ദയവ് ചെയ്ത് അനാമികയെ നീ ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കുക. നീ എനിക്ക് ഡിവോഴ്സ് തന്നാൽ എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ എനിക്ക് സമാധാനം വേണമെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ല ഞാൻ തരില്ല എന്ന് പറയാം.
അപ്പം നന്ദുവിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ട് കുത്തുവാണ് കേട്ടോ. നിൻ്റെ കാമുകി അവളുടെ കല്യാണം കഴിയാൻ പോവല്ലേ, അവളൊരു കോടീശ്വരനെ കണ്ടപ്പോൾ അവൻ്റെ പുറകെ പോയില്ലേ എന്നൊക്കെ ചോദിക്കുക. ഇനിയിപ്പം നീ ആരെ കാത്താ ഇരിക്കുന്നതെന്നൊക്കെ അനിയോട് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അനാമിക ഞാൻ ആത്മഹത്യ ചെയ്യും, ഉറപ്പാണ്. നീ എനിക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യും. ഇനിയിപ്പം നന്ദു എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് നീ വിചാരിക്കേണ്ട, പക്ഷേ നിന്നെ സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. അങ്ങനെ അനാമിക അങ്ങ് സമ്മതിക്കുകയാണ്. കാരണം ഇവൻ ആത്മഹത്യ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അനാമിക സമ്മതിക്കുക. കാരണം ആത്മഹത്യ ചെയ്താൽ പിന്നെ സ്വത്തും പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. അനന്തപുരിയിൽ നിന്ന് അടിച്ചിറക്കും അനാമിക. അതുകൊണ്ട് തന്നെ അനാമിക പറയുകയാണെങ്കിൽ നിനക്ക് ഡൈവോഴ്സ് തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദു ആണെങ്കിൽ വേറെ വിവാഹവും കഴിക്കാനായിട്ട് നിശ്ചയമൊക്കെ ആയതുകൊണ്ട് തന്നെ അനാമികയുടെ ആ വിഷമമൊക്കെ തീർന്നിട്ട് ഡൈവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്, ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് അനി സമാധാനമാവാണ്. അനാമികയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോവുക, അങ്ങനെ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദുവിൻ്റെ വിവാഹ ദിവസമൊക്കെ എത്തുക. അനി ആകെപ്പാടെ വിഷമിച്ച് നന്ദുവിനെ വിളിക്കാൻ വേണ്ടി പല സമയങ്ങളിലും വിളിക്കുകയൊക്കെ ചെയ്തിട്ട് നന്ദു ആണെങ്കിൽ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. നന്ദുവിന് നല്ല വിഷമമുണ്ട് അനിയെ പിരിയുന്നതിൽ. പക്ഷെ അത് സാഹചര്യം കൊണ്ട് നന്ദു അങ്ങനെ ചെയ്യുന്നതാണല്ലോ. അങ്ങനെ വിവാഹത്തിൻ്റെ തലേദിവസം തന്നെ നമ്മുടെ ഭയങ്കര സെലിബ്രേഷനൊക്കെ നന്ദാവനത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെല്ലുന്നുണ്ട് അവിടെ അനന്തപുരിയിൽ നിന്ന്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ചെല്ലുകയാണ്. അതേസമയം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പണി ഒപ്പിക്കുന്നുണ്ട് നമ്മുടെ ജലജ നോക്കുമ്പോഴേക്കും നല്ലൊരു കോടീശ്വരൻ ആണ് കേട്ടോ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതറിയുമ്പോൾ ജലജയ്ക്ക് അങ്ങോട്ട് തുടങ്ങും. ജലജ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഇത് കൊള്ളാലോ, നവ്യയുടെ അനിയത്തി ആ നന്ദു, ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മോള്, ആ കനക അവൾ എനിക്കൊരു കുറേ പണി തന്നതാ. അവളുടെ മോളെ ഒരു കോടീശ്വരനെ കെട്ടി അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ഇവളുമാരുടെയൊക്കെ യോഗം നോക്കണേ, ഏത് വിധത്തിലാണേലും കോടീശ്വരന്മാരെ തന്നെയാണല്ലോ കിട്ടുന്നത്. ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം. ഈ വിവരം ഞാൻ ആ വീട്ടുകാരെ അറിയിച്ച് കല്യാണം ഞാൻ മുടക്കും എന്ന് നമ്മുടെ ജലജ സ്ഥിരം പരിപാടി ജലജ തന്നെ തീരുമാനിക്കാം. അങ്ങനെ ജലജ പയ്യൻ്റെ അമ്മയെ വിളിക്കുകയാണ്. അമ്മയെ വിളിച്ച് ജലജയ്ക്ക് പരിചയമുള്ള ആൾക്കാർ. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ മോൻ്റെ വിവാഹം ഉറപ്പിച്ചല്ലേ? ആ നന്ദുവുമായിട്ടായിരിക്കും, SI നന്ദുവായിട്ട്, കനകയുടെയും ഗോവിന്ദൻ്റെയും മകള്. അപ്പോൾ അവർ പറയുന്നത് അതെ, നല്ല കുട്ടിയാണ്, വിവാഹം ഉറപ്പിച്ചു, മോൻ അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മൂത്ത 2 മക്കളെ അനന്തപുരിയിലേക്കല്ലേ വിവാഹം കഴിച്ച് വിട്ടേന്ന് ചോദിക്കുക. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, അതെ, മൂത്തവള് എൻ്റെ മരുമോളാണ്. അതുപോലൊരു സാധനം വേറെ എങ്ങുമില്ല. കുറ്റം പറയാൻ പാടില്ലല്ലോ, 2 മക്കളും വിളച്ചിൽ പിടിച്ചതാ. ഒരു ഗതി പരഗതിയും കഴിയാതെ കിടന്ന ഗോവിന്ദൻ്റെ മക്കൾ എങ്ങനെ അനന്തപുരി കയറിക്കൂടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവളുമാർ അവിടുത്തെ ആമ്പിള്ളേരെ വളച്ച് കയറിയതാ, അല്ലാതെ നേരായ വിധത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നും വന്നതല്ല എന്നൊക്കെ ജലജ പറയുമ്പോൾ അവർ ചോദിക്കുക, എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിപ്പം ഞങ്ങളുടെ മോന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വിവാഹം നടത്തുന്നതെന്ന് പറയാം. അപ്പം നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞില്ല. ഈ നന്ദു അനന്തപുരിയിലേക്ക് വരേണ്ടവൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വരാനാ അവൾക്ക് യോഗം. അപ്പോൾ അവർ ചോദിക്കുക, അതെന്താ അനന്തപുരിയിൽ ആരും വിവാഹം കഴിക്കാനിരുന്നാന്ന് ചോദിക്കുമ്പം പറയാണ്, ആരും വിവാഹം കഴിക്കാനിരുന്നൊന്നുമല്ല, അനിയുണ്ടല്ലോ ഞങ്ങളവിടുത്തെ ഇളയ കൊച്ചുമോൻ, അവനുമായിട്ട് ഇവക്ക് ശകലം ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വിവാഹം നടക്കാനൊക്കെ ഇരുന്നതാ. പിന്നെ ആർക്കും താല്പര്യമില്ലായിരുന്നു ഇനിയും കനകയുടെയും ഗോവിന്ദൻ്റെയും കുടുംബത്തിലേക്ക് വരാൻ. അതുകൊണ്ട് അതങ്ങ് മുടങ്ങിപ്പോയതാ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുക, ശരി, അനിയുടെ വിവാഹം കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അനിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, അത് ഡിവോഴ്സിലേക്കൊക്കെ പോയിട്ടുണ്ട്. കാരണം ഈ നന്ദുവാ വിവാഹം കഴിഞ്ഞിട്ടും അനി അവളെ ധ്യാനിച്ച് നടക്കുക, അവളുടെ പുറകിൽ നിന്ന് മാറുന്നുമില്ല. അവളാണെങ്കിലും അതെ, അനിയുമായിട്ട് അവിഹിത ബന്ധമൊക്കെ പുലർത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ അനാമിക മോള് പിണങ്ങിപ്പോയത്. ആ ബന്ധം, അനാമികയുടെയും ബന്ധം തകരാൻ കാരണം ഈ നന്ദുവാ. അവളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്നേ. അനിയുമായിട്ട് ഇപ്പോഴും അവൾക്ക് ബന്ധമുണ്ട്. പിന്നെ നിങ്ങളുടെ മോനുമായിട്ട് ഈ വിവാഹം നടത്തുന്നത് എല്ലാത്തിനും ഒരു മറയാ, അല്ലാതൊന്നുമല്ല. ഇനി നിങ്ങളുടെ മോനെ വിവാഹം കഴിച്ചാലും അവൾ അനിയുടെ പുറകെ പോകുന്നുള്ളതിന് ഒരു തടസ്സമില്ല. കാരണം അനി വിവാഹം കഴിഞ്ഞിട്ടും അനിയും ഇവളും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അതുകൊണ്ടല്ലേ അവിടെ മൊത്തം പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ കെട്ടിച്ചു വിടുന്നത്. അത് നിങ്ങളുടെ മോൻ്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയും അവരോട്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, ഇത് സത്യമാണോ? ഇത് നിങ്ങൾ പറയും സത്യമാണ്. ഇനിയിപ്പോൾ ഈ വിവാഹം നടത്തണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം വിവാഹം കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ദേ എന്നോടൊന്നും ചോദിച്ചുകൊണ്ട് വന്നേക്കരുത്, ശരിക്കും ആലോചിച്ചിട്ടൊക്കെ മതി കേട്ടോ എന്ന് പറയാണ്.
അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇത് നടത്തണമെന്ന്. അവരങ്ങനെ വേറൊരാൾ വഴി അന്വേഷിക്കുമ്പോഴും അറിയുന്നത് അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ്. വേറൊരു കാര്യങ്ങളും അറിയുന്നില്ലെങ്കിലും അതുകൊണ്ടൊക്കെയാണ് അനാമിക ഡിവോഴ്സായി പോയത് എന്നുമൊക്കെ അനാമികയുടെ അച്ഛൻ വേണുവും പറയുന്നുണ്ട് അന്വേഷിക്കുമ്പം. ഈ വിവാഹം ഒരിക്കലും നടത്തരുത്, എൻ്റെ മോൾ അനാമികയുടെ ജീവിതം തകർത്തതാ നന്ദു. അതിനെ നിങ്ങളുടെ മോൻ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങളുടെ മോന്? ഇത്രയും പണവും പ്രതാപവും ഒക്കെ ഉള്ള അവൻ എന്തിനാ ഈ നന്ദുവിനെ വിവാഹം കഴിക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ വേണു. അപ്പം ഇതെല്ലാം കൂടെ അറിയുമ്പോൾ അവർക്ക് വിവാഹം വേണ്ടെന്നുള്ളത് അവരങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ വിവാഹത്തിൻ്റെ അന്ന് രാവിലെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ കൂടുവാണ്. ഇവരെല്ലാം കനകയും ഗോവിന്ദനും നന്ദുവാണെങ്കിൽ വിവാഹ വേഷത്തിലാണ് ഞൊരുങ്ങിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ആദർശും നയനയും എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നല്ല ഭംഗിയായിട്ട് വിവാഹ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശ് വരുമ്പോഴേക്കും ഒരാൾ വരികയാണ്. ഒരാൾ വന്നിട്ട് ആദർശിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആദർശിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നത് ഈ പയ്യൻ്റെ അമ്മാവനാണ് കേട്ടോ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഈ വിവാഹം നടക്കില്ല, പയ്യൻ വരില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് വർത്തമാനം പറയുന്നത്, മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ, അങ്ങനെയുള്ളപ്പോൾ ഇനി പയ്യൻ വരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്, നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ വിവാഹം നടക്കില്ല, ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് അയാളുടെ കുത്തിന് പിടിക്കുക. എന്നിട്ട് ചോദിക്കുക നിങ്ങളെന്താ ഈ പറയുന്നത്, ഇതെന്താ വെള്ളരിക്കപ്പെടണോ, വിവാഹത്തിന് അന്ന് രാവിലെ വന്നിട്ട് ഈ വിവാഹത്തിന് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് അത് താല്പര്യമില്ലാണ്ട് തന്നെയാണ്, നിങ്ങളുടെ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, അതിലൊക്കെ സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കുക എന്ത് കാര്യമാണ് നിങ്ങൾ അറിഞ്ഞത്, അല്ല നിങ്ങളുടെ അനിയുമായിട്ട് അവൾക്ക് അവിഹിത ബന്ധമൊക്കെ ഇല്ലേ, അതിൻ്റെ പേരിലല്ലേ അനിയുടെ ഭാര്യ പിണങ്ങിയൊക്കെ പോയത്, അതുകൊണ്ട് ഇനിയും ഈ ബന്ധം തുടർന്നു പോയാലും വിവാഹം കഴിഞ്ഞ് ഇവൾ അനിയുടെ പുറകെ പോയില്ലെന്ന് എന്താ ഉറപ്പ്, ഏതായാലും വിവാഹത്തിന് മുമ്പെങ്കിലും ഞങ്ങളിത് അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞങ്ങളുടെ പയ്യൻ്റെ ജീവിതം പോവില്ലായിരുന്നോ, അവനിപ്പം ഈ ഗോവിന്ദൻ്റെ മകളെ കെട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആ വിവാഹം നടത്തിയേക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇതിപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്, SI ആണെങ്കിലും ആരാണെങ്കിലും എന്താ ഇങ്ങനെ നടക്കുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്, ഇതൊക്കെ പച്ചക്കളാണ്, ഇതിലൊന്നും ഒരു സത്യവും ഇല്ലെന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, പലരോടായിട്ട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു, അനിയും നന്ദുവും തമ്മിൽ നല്ല രീതിയിൽ പ്രണയമായിരുന്നു എന്നും അത് നടക്കാതെ പോയതാ, ഇപ്പോഴും അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലാണ് ബന്ധം എന്നും ഒക്കെ അയാൾ പറയുമ്പം ആദർശിന് പിന്നെ ഒന്നും പറയാനില്ല, ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, പയ്യൻ്റെ വീട്ടുകാർ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങ് പോവുക. ആദർശാണ് ആകെപ്പാടെ പിടിച്ച അവസ്ഥയിലാകുക. കാരണം അവിടെയാണെങ്കിൽ വിവാഹത്തിന് എല്ലാ ഒരുക്കങ്ങളുമായി ഇനി താലി കെട്ടിയാൽ മതി പയ്യൻ വന്ന ആ രീതിയിലാണ്. കനകയും ഗോവിന്ദനും ഒക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ സന്തോഷം തല്ലിക്കെടുത്താൻ ആദർശം ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് ആദർശം ആലോചിക്കുമോ എങ്ങനെ ഇനി ഇത് എന്താ ചെയ്യുക, അവരോട് ചെന്ന് പയ്യൻ വരില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്, ഈ വിവാഹം നടക്കില്ല എന്ന് എങ്ങനെ പറയാനാ. അപ്പം നോക്കുമ്പോഴാണ് നമ്മുടെ അനിയാണെ അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് വിവാഹത്തിന്, നന്ദുവിൻ്റെ വിവാഹം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദർശം ആലോചിക്കുക അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ നന്ദുവിനെ, ഇപ്പം ഇതിനൊരു പരിഹാരം അതാ. ഏതായാലും വന്ന വിവാഹം പോയി, അനാമികയാണെങ്കിൽ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു, അത് ഡിവോഴ്സിലേക്കൊക്കെ ആയി. അതുകൊണ്ട് തന്നെ അനി ഇനിയിപ്പം നന്ദുവിനെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, അവർ തമ്മിൽ ഒന്നിക്കട്ടെ, ദൈവവിധി അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറയാം. എന്നിട്ട് അനിയുടെ അടുത്ത് ചെന്നിട്ട് അനിയോട് പറയുന്നുണ്ട് അനി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആദർശ് അനിയോട് പറയാണ് കേട്ടോ നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന്. അനിക്കത് കേൾക്കണ താമസം ഭയങ്കര സന്തോഷമാവുമല്ലേ. അങ്ങനെ അനിയെ കൂട്ടി വിവാഹ മണ്ഡപത്തിലേക്ക് വരികയാണ്. അപ്പം വരുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ പയ്യൻ്റെ വീട്ടുകാർ വന്നില്ലേ, എവിടെ പയ്യൻ, മുഹൂർത്തം ആയില്ലോ എന്ന് പറയാണ്. അപ്പം ഗോവിന്ദനും ഒക്കെ പറയുന്നുണ്ട്, എല്ലാവരും ആകെ ടെൻഷനിലാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ് ആ വിവാഹം നടക്കില്ല എന്ന് പറയാം, നീ കയറി ഇവിടെ ഇരിക്കാൻ പറയാണ് മണ്ഡപത്തിലോട്ട്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് പോയിട്ട് ഉടനെ ദേവേനെ ചോദിക്കുക എന്താ ആദർശം നീ പറയുന്നത്, അനിയോട് എന്തിനാ മണ്ഡപത്തിൽ കയറി ഇരിക്കാൻ പറയുന്നത്, അനിയല്ലല്ലോ വേറെ പയ്യനല്ലേ, നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പം നയനെ ചോദിക്കുക ആദർശേട്ടൻ എന്താ ഈ പറയുന്നത്, അനിയൻ നന്ദു കൂടെയുള്ള വിവാഹമോ, അനിയൻ എന്തിനാ അവിടെ കയറിയിരിക്കുന്നത്, ഇപ്പം നന്ദുവിൻ്റെ പയ്യൻ വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് ഇല്ല അത് വരില്ല, അനി തന്നെയാണ് നന്ദുവിനെ വിവാഹം കഴിക്കുന്നത് എന്ന് പറയുമ്പം ഗോവിന്ദനും കനകയൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്താ ഈ പറയുന്നത്, നിങ്ങൾ ഇതെന്താ ആദർശ്, ഇതെന്താ ഒരു ചതിയാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ചതിയൊന്നുമല്ല, ആ പയ്യൻ വരില്ല, അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെ അവരറിഞ്ഞു, ആരൊക്കെയോ വളരെ മോശമായിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് തന്നെ ആ പയ്യൻ വിവാഹത്തിന് സമ്മതമല്ല, അവരുടെ വീട്ടുകാർ വരില്ല. അപ്പോൾ ഈ മുഹൂർത്തത്തിൽ ഈ വിവാഹം നടക്കാൻ ഞാൻ കണ്ട മാർഗ്ഗം ഇതാ, നന്ദു അനിയും വിവാഹം കഴിക്കട്ടെ,
ദൈവത്തിൻ്റെ വിധി അതായിരിക്കും ചിലപ്പം, അതനുസരിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് അനിയെ കയറ്റി ഇരുത്തുകയാണ് മണ്ഡപത്തിൽ. അപ്പോൾ നയന പറയുന്നുണ്ട് വേദൻ്റെ ആദർശേട്ടാ ഇതിങ്ങനെ വേണ്ടാന്ന് പറയാം, കനകയും ഗോവിന്ദനും എല്ലാവരും തടയുന്നുണ്ട്. പക്ഷേ ആദർശ് ഒറ്റ കട്ടിൽ നിൽക്കുകയാണ്. എന്തായാലും അനി തന്നെ നന്ദുവിൻ്റെ കഴുത്തിൽ ഈ മുഹൂർത്തത്തിൽ താലി കെട്ടും, മറ്റേ വിവാഹം നടക്കില്ലല്ലോ, അപ്പോൾ പിന്നെ ഇത് നടക്കട്ടെ, ദൈവനിശ്ചയം ഇത് തന്നെയാണെന്ന് ആദർശ് തീർത്ത് പറഞ്ഞ് നിർബന്ധപൂർവ്വം അനിയുടെ കയ്യിൽ താലിയൊക്കെ കൊടുക്കുകയാണ്. അനിയാണെങ്കിൽ നന്ദുവിനെ അങ്ങ് കെട്ടിക്കഴിയുമ്പം ആകെ മൊത്തം അന്തം വിട്ട് എല്ലാവർക്കും ആകെപ്പാടെ ദേഷ്യവും വിഷമവും ഒക്കെ ആവും. ആദർശിനോടും ദേഷ്യമാവുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് മറ്റേ പയ്യൻ വരില്ല ഇങ്ങനെ കേട്ട കാരണം എന്ന് പറയുമ്പോൾ ഈ വിവാഹത്തിന് എല്ലാം ഒരു അനുഗ്രഹിക്കുകയൊക്കെയാണ്. നയനയൊക്കെയാണ് ആദർശിനോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവസാനം ആദർശ് പറയാണ് ഇതാണ് കാര്യം, ആ പയ്യൻ വരില്ല, അവർക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു, മറ്റാരോ പറഞ്ഞ് ഈ വിവാഹം മുടക്കിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ മുഹൂർത്തത്തിന് അനിയെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചതെന്ന് പറയുക. അങ്ങനെ എല്ലാവർക്കും കനകയും ഗോവിന്ദനും ഒക്കെ ഒരുവിധ സമാധാനവും സന്തോഷമൊക്കെ ആവും. അങ്ങനെ നന്ദുവിനെ കൂട്ടി പോവാണ് അനന്തപുരിയിലേക്ക്. അവിടെ ചെല്ലുമ്പോഴാണ് കേട്ടോ ബാക്കി പുകില്. കാരണം നമ്മുടെ ജലജയ്ക്കും അതുപോലെ ജാനകിക്കും ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം ജാനകി ഒന്നും ആഗ്രഹിച്ചതേ അല്ല കേട്ടോ, അറിഞ്ഞതുമല്ല. അപ്പോൾ പിന്നെ നന്ദുവിനെയും കൊണ്ട് വരുന്നത് കാണുമ്പം അവിടെ പിന്നെ ഒരു പുകിലാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്